മട്ടാഞ്ചേരിയുടെ ഈ ടൂറിസ്റ്റുകളെയൊക്കെ ആകർഷിക്കുന്ന സ്ഥാപനങ്ങളൊക്കെയാണ് ഇവിടെ. എന്താ ആൻറ്റിക് സാധനങ്ങളൊക്കെ കൊണ്ട് നിറച്ച് വെച്ചേക്കുകയാണ്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് സ്റ്റാറുകളും മറ്റ് ഐറ്റംസും ഒക്കെ ഉണ്ട്. മട്ടാഞ്ചേരിയിലെ ഒരു കാഴ്ചയാണ്. നമ്മൾ ഇവിടെ ടൂറിസ്റ്റുകളുടെ ഒരു പ്ലേസാണ്. അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇവിടുന്ന് ബോട്ടിങ്ങിനൊക്കെയുള്ള സൗകര്യങ്ങളാണ്. സ്പീഡ് ബോട്ടുകളും മറ്റ് ബോട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ്. അങ്ങേ സൈഡ് കോസ്റ്റ് ഗാർഡിൻ്റെ നമ്മൾ നേരത്തെ എപ്പിസോഡിൽ കാണിച്ച സാധനങ്ങളൊക്കെ തന്നെ ഇത് കാണുന്നത്. ഞങ്ങളുടെ നേവിയുടെ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. കൊച്ചിയുടെ മനോഹരമായ ആ ഒരു നീല ആകാശവും നല്ല ജലാശയവും കൊച്ചി കായലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുള്ളൊരു ലൊക്കേഷനാണ് മട്ടാഞ്ചേരി. ഇവിടെ പേരെന്തോ? എൻ്റെ പേര് അലി. അലി? ആ, പള്ളുരുത്തി താമസിക്കുന്നത്. പള്ളുരുത്തിയിൽ എത്ര വർഷമായി? 10 വർഷമായി ഇവിടെ. 10 വർഷം ഇവിടെ. 40 വർഷം അമേരിക്കയിലല്ല, ദുബായും സൗദി അറേബ്യ, ലണ്ടനിലൊന്നും പോയിട്ടില്ല. എത്ര വയസ്സായി? ഇപ്പൊ എത്രയാണ്? 77. 77 വയസ്സായി അല്ലേ? അല്ലാതെ കുക്കായിട്ട് ജോലിയാണ്, പ്രൊഫഷൻ കുക്കാണ്. കുക്ക് മാങ്ങ. ഇത് എന്ത് മാങ്ങ? മാങ്ങ ആപ്പിൾ മോഡൽ മാങ്ങ, ആന്ധ്രൻ്റെ ആണ്. ആപ്പിൾ മോഡൽ മാങ്ങയാണ്. ഓക്കെ. എത്ര? 20 രൂപ കിലോ. 75 രൂപയാണ് ഇപ്പോൾ ഇന്നത്തെ വില. മട്ടാഞ്ചേരിയുടെ ഈ സ്ട്രീറ്റിലെ വൈബാണ് ഇതൊക്കെ. ആൻറ്റിക് സാധനങ്ങളും ബോട്ടിങ്ങും മറ്റൊക്കെ ആയി വിദേശികളെയും സ്വദേശികളെയൊക്കെ വരവേൽക്കുന്ന മട്ടാഞ്ചേരിയുടെ കാഴ്ചകളിലെ ഒരംശം മാത്രമാണ് ഇവിടെ. ഇവിടുത്തെ മട്ടാഞ്ചേരിയിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ആൻറ്റിക് സാധനങ്ങളാണ്. വിവിധ ട്രഡീഷണലായിട്ടുള്ള സാധനങ്ങൾ. എന്തൊക്കെയാണ് ഇതിൻ്റെ പേരെന്ന് അറിയില്ല കേട്ടോ. എന്തൊക്കെയാ ഐറ്റംസ് എന്നറിയാം. ചെറുതും വലുതുമായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിന് വരുന്ന ആനയുടെ തലകൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പഴയ ഒരു സാധനമാണ്. അതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. എന്ത് രസമുണ്ട്. തേങ്ങയിലെ ഇങ്ങനെ കയറൊക്കെ ചുറ്റി മട്ടാഞ്ചേരിയിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മട്ടാഞ്ചേരിയിലെ പ്രസിദ്ധമായ മാർക്കറ്റൊക്കെയാണ്. ജ്യൂസ് സ്ട്രീറ്റാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നത്. ഇവിടെ ഓപ്പോസിറ്റ് ഒരു കമ്മത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്, കാണുന്നുണ്ട്. അതുകൊണ്ട് മന്തികേശൻ കുറേ ട്രഡീഷണലായിട്ടുള്ള ആൻറ്റിക്കിൻ്റെ ഭയങ്കര കളക്ഷൻസ് ഉള്ളൊരു കടയാണ്. ഇത് രസമാണ്. പഴയ പ്രാചീനമായ ഒരു കെട്ടിടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഉണ്ട് ഭഗവാൻ കൃഷ്ണനുണ്ട്, ഇപ്പുറത്ത് യേശുദേവനുണ്ട്. പഴയ ഒരു റെയറായിട്ടുള്ളൊരു പടമാണ്.
കൃഷ്ണനും ആരൊക്കെയാണ്, രുക്മിണി ഒക്കെയുള്ളൊരു പടം. പഴയ സോഡ. നന്ദികേശ ശിരസ്. ജിഞ്ചർ ഹൗസ് മ്യൂസിയം ഹോട്ടൽ. പഴയ രീതിയിലുള്ള ഒരു ഹോട്ടലാണ്, ബിൽഡിംഗ് ആണ്. ക്രിസ്മസ് ആയതുകൊണ്ട് സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട് അവിടുത്തെ അകത്ത്. ആൻറ്റിക് ഷോപ്പുകളുടെ ബഹളമാണ് ഇവിടെ. സിനഗോഗിലേക്കുള്ള വഴിയാണിത്. ഇവിടെ എല്ലാം നിറയെ നല്ല രസകരമായ കച്ചവടങ്ങളാണ്. പഴയ ബിൽഡിങ്ങുകളും ക്രാഫ്റ്റുകളും. അങ്ങനെ ഈ സ്ട്രീറ്റിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കൂടാതെ കണ്ട ഈ ലൈറ്റുകളൊക്കെ വെച്ചേക്കുന്നത് എത്ര രസമായിട്ടാണ്. പോസ്റ്റിൽ നല്ല രീതിയിലാണ് ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഹോർണേഴ്സൊക്കെ ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ നിൽക്കുന്നു. പഴയ ഭരണി, കാൽപ്പെട്ടി, വള്ളങ്ങളെ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ആൻറ്റിക് സാധനങ്ങളുടെ പ്രാചീന കാലത്തെ നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ വിവിധ ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. നാമകളുടെ ആനകളൊക്കെ കണ്ട. ഇവിടെ നിറച്ച് പെയിൻറ്റിങ്സാണ്. പെയിൻറ്റിങ്സിൻ്റെ ശേഖരങ്ങളാണ് ഇവിടെ. പെയിൻറ്റിങ്സ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു ചേട്ടൻ അവിടെ നിന്ന് വരയ്ക്കുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കാം. എന്താണ് വരയ്ക്കുന്നത്? കൃഷ്ണരാധ. സിനഗോഗിലെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 10 തൊട്ട് 6 വരെയാണ്. ഫ്രൈഡേ മാത്രം 10 തൊട്ട് 2 വരെ. സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണ്. ആലിലയിലുള്ള വർക്കുകളാണ്. എത്ര വർക്കുകളാണ് ആലില ചെയ്ത് വെച്ചേക്കുന്നത്. മനോഹരമായ പെയിൻറ്റിങ്സ് ആണ്.
നമ്മൾ ഫോർട്ട് കൊച്ചിയുടെ ബോട്ട് ജെട്ടിയുടെ വെളിയിൽ വരുമ്പം ഇവിടെ ഒരു ബോർഡുണ്ട്, ഡച്ച് പാലസ് 1.3 കിലോമീറ്റർ. ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം വളരെ പഴയ ബിൽഡിങ്ങുകളാണ്. അതുപോലെ ഇവിടുത്തെ ജൂത സ്ട്രീറ്റ്, സിനഗോഗ്, അതൊക്കെയാണ് നമ്മളൊന്ന് സന്ദർശിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ. ഇവിടെയൊക്കെ ഷൂട്ടിങ്, ഫോട്ടോഷൂട്ടിൻ്റെയൊക്കെ ലൊക്കേഷൻസാണ്. സേവ് ദ ഡേറ്റ്, അതുപോലെ ഫിലിമിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഡോക്യുമെൻ്ററികളൊക്കെ ഇവിടെയാണ് എടുക്കുന്നത്. ലോസ് ഏഞ്ചൽസ് കഫേ. ഇവിടുത്തെ റോഡൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ വേണ്ടൊരു പുതിയ പാലം വന്നിട്ടുണ്ട്. പഴമയൊന്നും നഷ്ടപ്പെടാത്ത കെട്ടിടങ്ങൾ, അതാണ് ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം എന്ന് പറയുന്നത് ഈ കെട്ടിടങ്ങളാണ്. പുതിയ കെട്ടിടങ്ങളൊക്കെ അപ്പുറത്തൊക്കെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു പുതുഭംഗിയുണ്ടെങ്കിലും പഴമ നിലനിർത്തുന്ന ആ പാരമ്പര്യത്തിൻ്റെ കെട്ടിടങ്ങളും വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ തന്നെ ഇവിടുത്തെ ഫോർട്ട് കൊച്ചിയുടെ സൗന്ദര്യം. ചേട്ടാ, ഇനി ഇവിടെ ഒരു ബോർഡ് കാണുന്നത് കൂനംകുരിശ് ചർച്ച്. ഇതിവിടുത്തെ കോസ്റ്റ് ഗാർഡിൻ്റെ ട്രെയിനിങ് സെൻ്ററാണ് ഈ കാണുന്നത്. ഫോർട്ട് കൊച്ചിയുടെ ആകർഷണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹോട്ടൽസാണ്. ചെറിയ ഹോട്ടൽ മുതൽ വലിയ ഇത് ഈസ്റ്റ് ഇന്ത്യ കഫേ എന്ന് പറഞ്ഞ ഒരു വലിയ റെസ്റ്റോറൻ്റാണ്. ഇവിടെ സ്റ്റേയും മറ്റുമുള്ള ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്റ്റാർ ഹോട്ടലാണോ എന്നറിയില്ല. പൂരിയും മസാല പൂരി മസാല അങ്ങനെയൊക്കെയുള്ള സമോസ, ചാറ്റ് അങ്ങനെയൊക്കെയുള്ളൊരു കട. ഒരു തടിയുടെ കടയാണ്. വേണ്ട പല സൈസിലും മെഷർമെൻറ്റിലൊക്കെ ഉള്ള തടി. ഇവിടെ തന്നെ പ്രൊഡക്ഷനാണെന്ന് തോന്നുന്നു. അവിടെ അകത്ത് പ്രൊഡക്ഷനൊക്കെ നടക്കുന്നുണ്ട്. പഴയ മാർക്കറ്റിലെ ആ ആടുകളും ആട്ടും കൂട്ടുമൊക്കെ, ആട്ടിൻ കൂട്ടമൊക്കെ കണ്ടോ, വളരെ നല്ല രസമാണ്. പഴയൊരു ബിൽഡിങ്. ഈ സൈഡെല്ലാം പഴയ ബിൽഡിങ്ങുകളാണ്. ഒരു മാർക്കറ്റാണ്. വിവിധ സാധനങ്ങളിവിടെ ബസ്മതി റൈസൊക്കെ ഹോൾസെയിലിൻ്റെ ചെയ്യുന്ന കടകളൊക്കെയാണ്. റൈസൊക്കെ ഇറക്കുന്നു. ഇങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളൊരു കടയിൽ ഇറങ്ങി ഒരു നാരങ്ങ വെള്ളമൊക്കെ, നല്ല ചൂടാണ്, നാരങ്ങ വെള്ളം കുടിച്ച് ഇങ്ങനെ ഫോർട്ട് കൊച്ചിയിലെ മറ്റു കാഴ്ചകളിലേക്കൊക്കെ പോകാം എന്ന് കരുതുകയാണ്. പഴയ ഒരു കൈവണ്ടി എന്ന് പറയുന്നത് അത് ഇപ്പോഴും ഉണ്ട് ഇവിടെയൊക്കെ. മട്ടാഞ്ചേരി മുസ്ലിം യത്തീംഖാനയാണിത്. കൂനംകുരിശ് ചാപ്പൽ എന്ന് പറയുന്നത് കൂനംകുരിശ് ചാപ്പലാണിത്. എൻ്റെ പഴയ രീതിയിലുള്ള ആ ഒരു ചർച്ചിൻ്റെ മുന്നിലത്തെ ഒരു എന്തുവാ അതിന് പറയുന്നത്, മണ്ഡപം, ജീവമാതാ പള്ളി മട്ടാഞ്ചേരി. മട്ടാഞ്ചേരി ബസ് സ്റ്റാൻഡാണ്. ഇവിടുത്തെ
ബസ്സിൻ്റെ കളറെല്ലാം പച്ച കളറാണ്. പണ്ടിവിടെ എല്ലാം ചുമല കളറായിരുന്നു ബസ്, ഇപ്പം പച്ച കളറാണ് ഇവിടുത്തെ കൊച്ചിയിലെ ടൗണിലെ ബസ്സിൻ്റെ എല്ലാം കളർ. വളരെയധികം വിദേശികൾ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി. ഇവിടെയൊക്കെ നമുക്ക് വിദേശികളെ കാണാം, ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇവിടുന്ന് ആൻറ്റിക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആൻറ്റിക് ഐറ്റംസൊക്കെ കാണാം.